വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 2023-24 വർഷത്തിൽ നടന്ന 4ാം ക്ലാസ്സിലെ പാദവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറുകളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. എല്ലാ വിഷയങ്ങളുടെയും ചോദ്യപേപ്പറുകൾ ഇതിൽ നൽകിയിട്ടുണ്ട്. പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാവുന്ന രൂപങ്ങൾ മനസ്സിലാക്കാൻ ഇത് നിങ്ങൾക്ക് സഹായകമാകും. നമുക്ക് ആദ്യമായിട്ട് അഖീദയുടെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളും നോക്കാം. ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ രൂപം യോജിച്ചവ ചേർക്കാം എന്നതാണ്. ഇവിടെ ബ്രാക്കറ്റിൽ ചില പദങ്ങൾ നൽകിയിട്ടുണ്ട്. ബഖാ, സഫറത്ത്, ഹാഫൂൻ, ഹഫലത്ത്, ഹമലത്തുൽ അർഷ്, മുസ്തഹീൽ, കൗനുഹു ഖാദിറൻ. താഴെയുള്ള ചോദ്യങ്ങൾക്ക് യോജിച്ച പദം ഏതാണോ അത് എടുത്തെഴുതുക എന്നതാണ്. നമുക്ക് ചോദ്യവും അതിൻ്റെ ഉത്തരവും നോക്കാം. ചോദ്യം 1. ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും പകർത്തി എഴുതുന്നവർ. സഫറത്ത്. ചോദ്യം 2. അർഷിനെ ചുറ്റുന്നവർ. ഹാഫൂൻ. ചോദ്യം 3. ആപത്തുകളിൽ നിന്നും മനുഷ്യരെ കാക്കുന്നവർ. ഹഫലത്ത്. ചോദ്യം 4. അർഷിനെ ചുമക്കുന്നവർ. ഹമലത്തുൽ അർഷ്. ചോദ്യം 5. സർവശക്തനാവൽ. കൗനുഹു ഖാദിറൻ. ചോദ്യം 6. അവസാനമില്ലാതിരിക്കൽ. ബഖാ. ചോദ്യം 7. അള്ളാഹുവിന് ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്ത്. മുസ്തഹീൽ. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ രൂപം വാജിബും മുസ്തഹീലും വേർതിരിക്കാം. ഇവിടെ ബ്രാക്കറ്റിൽ വാജിബായ സിഫത്തുകളും മുസ്തഹീലായ സിഫത്തുകളും നൽകിയിട്ടുണ്ട്. ഇതിൽ വാജിബ് ഏതാണ് മുസ്തഹീൽ ഏതാണ് എന്ന് വേർതിരിക്കണം. നമുക്ക് ബ്രാക്കറ്റിലുള്ളത് നോക്കാം. ഇഹ്തിയാജ്, ഫനാ, വഹ്ദാനിയത്ത്, ഹയാത്ത്, ഇറാദത്ത്, കൗനുഹു ഹയ്യൻ, കൗനുഹു മുത്തകല്ലിമൻ, കൗനുഹു അസമ്മ. ഇവിടെ വാജിബായ സിഫത്തുകൾ ഏതെല്ലാം? ഉത്തരം വഹ്ദാനിയത്ത്, ഹയാത്ത്, ഇറാദത്ത്, കൗനുഹു ഹയ്യൻ, കൗനുഹു മുത്തകല്ലിമൻ. മുസ്തഹീൽ ഇഹ്തിയാജ്, ഫനാ, കൗനുഹു അസമ്മ. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം പൂർത്തിയാക്കാം എന്നതാണ്. ചോദ്യം 1. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. ചോദ്യം 2. മലക്കുകൾക്ക് നായ, പന്നി അല്ലാത്ത എല്ലാ രൂപത്തിലും രൂപപ്പെടാൻ കഴിയും. ചോദ്യം 3. ചോദിക്കപ്പെട്ടവൻ അത് സംബന്ധിച്ച് ചോദ്യകർത്താവിനേക്കാൾ വിവരമുള്ളവനല്ല. ചോദ്യം 4. അല്ലാഹു ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഏകനാണ്. അവൻ തുല്യമായി യാതൊന്നുമില്ല. ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ്. ചോദ്യം 1. തൗഹീദിൻ്റെ കലിമത്ത് ഏതാണ്? ഉത്തരം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചോദ്യം 2. വാജിബായ സിഫത്തുകൾ എന്ന് പറയുന്നത് ഏതിനാണ്? ഉത്തരം നിർബന്ധമായും അള്ളാഹുവിന് ഉണ്ടാകേണ്ടുന്ന ഗുണങ്ങൾക്ക്. ചോദ്യം 3. അള്ളാഹുവിന് ജായിസായ സിഫത്തിന് ഒരു ഉദാഹരണം. ഒരാളെ അള്ളാഹുവിന് സൃഷ്ടിക്കുകയോ സൃഷ്ടിക്കാതിരിക്കുകയോ ചെയ്യാം. ഒരാളെ ധനികനാക്കാം, ആക്കാതിരിക്കാം. ഒരാളെ മുസ്ലിമാക്കാം, ആക്കാതിരിക്കാം. സ്വർഗവാസിയാക്കാം, അല്ലാതാക്കാം. ഇതെല്ലാം ജായിസായ സിഫത്തിന് ഉദാഹരണമാണ്. ചോദ്യം 4. ജിബ്രീൽ അലൈഹിസ്സലാമിനെ യഥാർത്ഥ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത് എവിടെയെല്ലാം? ഉത്തരം ഹിറ ഗുഹയിൽ വച്ചും സിദ്റത്തുൽ മുൻതഹയുടെ അടുത്ത് വച്ചും. ചോദ്യം 5. ഇഹ്സാൻ എന്നാൽ എന്താണ്? ഉത്തരം അള്ളാഹുവിനെ നേരിൽ കാണുന്നത് പോലെ അവനെ നീ ആരാധിക്കുക.
ചോദ്യത്തിൻ്റെ 7ാമത്തെ ഭാഗം അർത്ഥം എഴുതാം. 1. തൗഹീദ്, ഏകദൈവ വിശ്വാസം. 2. സിഫാത്ത്, വിശേഷണങ്ങൾ. 3. അഫ്ആൽ, പ്രവൃത്തികൾ. 4. ശിർക്ക്, ബഹുദൈവ വിശ്വാസം. ഇനി നമുക്ക് അഖ്ലാഖിൻ്റെ ചോദ്യപേപ്പറിലെ ചോദ്യങ്ങളുടെ രൂപം നോക്കാം. ചോദ്യത്തിൻ്റെ 1ാമത്തെ ഭാഗം യോജിച്ചവ ചേർക്കാം എന്നതാണ്. അഖ്ലാഖിൻ്റെ ചോദ്യപേപ്പറിലെ ചോദ്യങ്ങളിലെ 1ാമത്തെ ഭാഗം യോജിച്ചവ ചേർക്കാം എന്നതാണ്. ഇവിടെ ബ്രാക്കറ്റിൽ ചില പദങ്ങൾ നൽകിയിട്ടുണ്ട്. മുസാഫഹത്ത്, സഗീറൻ, ഇൻഷാ അല്ലാഹ്, ഉപ്പയും വളർച്ചയ്ക്ക് കാരണമായത് നിർബന്ധവുമാണ്. താഴെ കൊടുത്ത ചോദ്യങ്ങളിലേക്ക് ആവശ്യമായ പദങ്ങളെ ചേർത്ത് യോജിപ്പിക്കണം. നമുക്ക് ചോദ്യവും ഉത്തരവും നോക്കാം. ചോദ്യം 1. ഉമ്മയെപ്പോലെ തന്നെയാണ് നമ്മുടെ ഉപ്പയും. ചോദ്യം 2. ലാ ബഅസ തഹൂറുൻ ഇൻഷാ അല്ലാഹ്. ചോദ്യം 3. സലാം പറയുമ്പോൾ സുന്നത്താണ് മുസാഫഹത്ത്. ചോദ്യം 4. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ. ചോദ്യം 5. ഉമ്മയുടെ പ്രാർത്ഥനയാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹയുടെ വളർച്ചയ്ക്ക് കാരണമായത്. ചോദ്യം 6. സലാം പറയൽ സുന്നത്തും മടക്കൽ നിർബന്ധവുമാണ്. ചോദ്യത്തിൻ്റെ 2ാമത്തെ ഭാഗം തെറ്റ് ശരിയാക്കി എഴുതാം. ചോദ്യം 1. വലിയ സംഘം ചെറു സംഘത്തിന് സലാം പറയണം. അതിൻ്റെ ശരിയായ രൂപം ചെറു സംഘം വലിയ സംഘത്തിന് സലാം പറയണം. ചോദ്യം 2. മടക്കിയവനേക്കാൾ സലാം പറഞ്ഞവനാണ് കുറഞ്ഞ പ്രതിഫലം. അതിൻ്റെ ശരിയായ രൂപം മടക്കിയവനേക്കാൾ സലാം പറഞ്ഞവനാണ് കൂടുതൽ പ്രതിഫലം. ചോദ്യം 3. രണ്ടാൾ കാണുമ്പോൾ ആദ്യം സലാം പറയേണ്ടത് അവരിൽ വലിയവന്. അതിൻ്റെ ശരിയായ രൂപം രണ്ടാൾ കാണുമ്പോൾ ആദ്യം സലാം പറയേണ്ടത് അവരിൽ ചെറിയവൻ. ചോദ്യം 4. അസുഖത്താൽ പ്രയാസപ്പെടുന്നവർക്ക് സന്ദർശനം ഏറെ പ്രയാസം പകരും. അതിൻ്റെ ശരിയായ രൂപം അസുഖത്താൽ പ്രയാസപ്പെടുന്നവർക്ക് സന്ദർശനം ഏറെ ആശ്വാസം പകരും. ചോദ്യത്തിൻ്റെ 3ാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ്. ചോദ്യം 1. തീർച്ചയായും ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥന ഏതാണ്? ഉത്തരം മാതാപിതാക്കൾ മക്കൾക്കെതിരെ നടത്തുന്ന പ്രാർത്ഥന. മാതാപിതാക്കൾ മക്കൾക്കെതിരെ നടത്തുന്ന പ്രാർത്ഥന. ചോദ്യം 2. ഉമ്മയുടെ കാൽ കീഴിലുള്ള സ്വർഗം നമുക്ക് കിട്ടണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ഉത്തരം ഉമ്മയുടെ ഇഷ്ടം സമ്പാദിക്കണം. ചോദ്യം 3. ആളില്ലാത്ത വീട്ടിൽ കയറുമ്പോൾ എന്തു പറയണം? ഉത്തരം അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ചോദ്യം 4. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നു. എന്തായിരുന്നു ലക്ഷ്യം? ഉത്തരം കണ്ണ് വേദനയുള്ള തൻ്റെ സ്വഹാബിയെ സന്ദർശിക്കലായിരുന്നു. ചോദ്യം 4ാം ഭാഗം, ചോദ്യത്തിൻ്റെ 4ാമത്തെ ഭാഗം വിട്ടത് ചേർക്കാം എന്നതാണ്. മുസ്ലിങ്ങൾ തമ്മിലുള്ള പ്രധാന കടമകൾ. നമുക്ക് വിട്ട ഭാഗം പൂരിപ്പിക്കാം. 1 ഇവിടെ നൽകിയിട്ടുണ്ട്, കാണുമ്പോൾ സലാം പറയൽ. ബാക്കിയുള്ളവ എഴുതണം. 2 ക്ഷമ സ്വീകരിക്കൽ. 3 സതുപദേശം തേടിയാൽ നന്മ ഉപദേശിക്കൽ.
4 തുമ്മി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അവനോട് യർഹമുക്കല്ലാ എന്ന് പറയൽ. 5 രോഗിയായാൽ ചെന്ന് കാണൽ. 6 ജനാസയെ അനുഗമിക്കൽ. ചോദ്യത്തിൻ്റെ 6ാമത്തെ ഭാഗം പൂരിപ്പിക്കാം എന്നതാണ്. ചോദ്യം 1. അല്ലാഹുമ്മ റബ്ബൻ നാസി മുദ്ഹിബൽ ബഅസി ഇഷ്ഫി അൻത ഷാഫി ലാ ഷാഫിയ ഇല്ല അൻത ഷിഫാഅൻ ലാ യുഗാദിറു സഖമ. ചോദ്യത്തിൻ്റെ 6ാമത്തെ ഭാഗം രോഗസമയം നാം ചെന്ന് കാണേണ്ടുന്ന 3 പേരെ എഴുതാം. ഉത്തരം: 1 നമ്മുടെ കൂട്ടുകാർ, 2 ബന്ധുക്കൾ, 3 അയൽവാസികൾ. ഇനി നമുക്ക് താരീഖിൻ്റെ ചോദ്യ പേപ്പറും അവയുടെ ഉത്തരങ്ങളും നോക്കാം. താരീഖിൻ്റെ ചോദ്യ പേപ്പറിലെ 1ാമത്തെ ഭാഗം യോജിച്ചവ ചേർക്കാം എന്നതാണ്. ഇവിടെ ബ്രാക്കറ്റിൽ ചില ഭാഗങ്ങൾ നൽകിയിട്ടുണ്ട്. നുബുവത്തിൻ്റെ 10ാം വർഷം, നജാഷി 3 വർഷക്കാലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായി, ഹബശ, തബ്ബൻ ലക. താഴെ കാണുന്ന ചോദ്യങ്ങൾക്ക് യോജിച്ച ഭാഗം ഏതാണോ അത് അവിടെ എടുത്ത് ചേർത്തെഴുതുക എന്നതാണ്. ചോദ്യം 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം മലഞ്ചെരുവിൽ താമസമാക്കി 3 വർഷക്കാലം. ചോദ്യം 2. ആമുൽ ഹുസ്ൻ നുബുവത്തിൻ്റെ 10ാം വർഷം. ചോദ്യം 3. എത്യോപ്യൻ രാജാവ് നജാഷി. ചോദ്യം 4. അബൂലഹബ് പറഞ്ഞു തബ്ബൻ ലക്. ചോദ്യം 5. എത്യോപ്യ, ഹബശ. ചോദ്യം 6. അബൂ താലിബ് മരണപ്പെട്ടതിൻ്റെ 3ാം ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായി. ചോദ്യത്തിൻ്റെ 3ാമത്തെ ഭാഗം പൂർത്തിയാക്കാം എന്നതാണ്. ചോദ്യം 1. ഖദീജ ബീവിയും അബൂ താലിബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് താങ്ങും തണലുമായിരുന്നു. ചോദ്യം 2. പുരുഷന്മാരിൽ നിന്ന് ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. ചോദ്യം 3. കുട്ടികളിൽ നിന്ന് ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ചോദ്യം 4. സ്ത്രീകളിൽ നിന്ന് ആദ്യം ഇസ്ലാം സ്വീകരിച്ചത്. ഉത്തരം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ഖദീജ റളിയല്ലാഹു അൻഹ. ചോദ്യത്തിൻ്റെ 3ാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ്. ചോദ്യം 1. ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബത്തെ ദ്രോഹിക്കൽ വർദ്ധിപ്പിക്കാൻ കാരണം എന്തായിരുന്നു? ഉത്തരം: അബൂ താലിബിൻ്റെ മരണം. ചോദ്യം 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്ക് ഹബശയിലേക്ക് ഹിജ്റ പോകാൻ അനുവാദം നൽകി. എപ്പോഴാണ് ഇത്? ഉത്തരം: മക്കയിൽ മുസ്ലിങ്ങളുടെ ജീവിതം ദുസ്സഹമായപ്പോൾ. ചോദ്യം 3. പരസ്യ പ്രബോധനം തുടങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബികളെയും ഖുറൈശികൾ എന്ത് ചെയ്തു? ഉത്തരം: പ്രയാസപ്പെടുത്താനും ദ്രോഹിക്കാനും തുടങ്ങി. ചോദ്യം 4. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ തുടങ്ങി എപ്പോൾ? ഉത്തരം: നുബുവത്ത് ലഭിച്ചതിനെ തുടർന്ന്. ചോദ്യത്തിൻ്റെ 4ാമത്തെ ഭാഗം വ്യക്തമാക്കാം എന്നതാണ്. ചോദ്യം 1. ഹബശയിലേക്കുള്ള ആദ്യ ഹിജ്റയിൽ
എത്ര പുരുഷന്മാരുണ്ടായിരുന്നു? ഹബശയിലേക്ക് ആദ്യ ഹിജ്റയിൽ എത്ര പേരുണ്ടായിരുന്നു? ഉത്തരം 10 പുരുഷന്മാരും 4 സ്ത്രീകളും. ചോദ്യം 2. ഹബശയിലേക്ക് രണ്ടാമത് ഹിജ്റ പോയവർ എത്ര പേരുണ്ടായിരുന്നു? ഉത്തരം 83 പുരുഷന്മാരും 18 സ്ത്രീകളും. 83 പുരുഷന്മാരും 18 സ്ത്രീകളും. ചോദ്യം 3. അലി റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ അംഗമാകുമ്പോഴുള്ള പ്രായം? ഉത്തരം 10 വയസ്സ്. ചോദ്യത്തിൻ്റെ 5-ാമത്തെ ഭാഗം പൂരിപ്പിക്കാം എന്നതാണ്. ചോദ്യവും ഉത്തരവും കൂടി നമുക്ക് നോക്കാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് വരികയായിരുന്നു. അപ്പോൾ ശത്രുക്കൾ അവിടെ എത്തി ശിരസിലേക്ക് മണ്ണ് വാരിയിടുകയുണ്ടായി. എല്ലാം ദീനുൽ ഇസ്ലാമിന് വേണ്ടി സഹിച്ചു. ഇനി നമുക്ക് ലിസാനിൻ്റെ ചോദ്യപേപ്പറിലുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ലിസാനിൻ്റെ ചോദ്യപേപ്പറിലെ ആദ്യത്തെ ഭാഗം നൂസിലു ബിൽ മുനാസിബി, യോജിച്ചവ ചേർക്കാം എന്നതാണ്. ഇവിടെ ബ്രാക്കറ്റിൽ കലമി, ഹും, ബൈത്തുഹ, ബൈത്തുക, കിതാബുക്കി, ഹുമ ഇങ്ങനെയൊക്കെയുണ്ട്. താഴെയുള്ള ചോദ്യങ്ങളിലേക്ക് അവ ചേർത്ത് എഴുതി യോജിപ്പിക്കണം. നമുക്ക് ചോദ്യം ഉത്തരം നോക്കാം. ചോദ്യം 1. യാ ഫായിസു അന്ത സഈദുൻ ബൈത്തുക ഖരീബും മിനൽ ബൈത്ത്. ഖരീബും മിനൽ മസ്ജിദ്, ബൈത്തുക ഖരീബും മിനൽ മസ്ജിദ്. ചോദ്യം 2. യാ ഫൗസിയ അന്തി ജാലിസത്തുൻ കിതാബുക്കി ഫിൽ ഹഖീബത്തി. ചോദ്യം 3. അനീസത്തു വ അഫീഫത്തു ത്വാലിബത്താനി ഹുമ സ്വദീഖത്താനി. ചോദ്യം 4. ഹബീബത്തു ത്വാലിബത്തുൻ ഹിയ മാഹിറത്തുൻ ബൈത്തുഹ ഖരീബും മിനൻ നുഹൈർ. ചോദ്യം 5. അൽ ഔലാദു മാഹിറൂന ഹും യദ്റുസൂന ജയ്യിദൻ. ചോദ്യം 6. അന ദാരിസുൻ ഖലബി ഫിസ്സുന്ദൂഖി. ചോദ്യത്തിൻ്റെ 2-ാമത്തെ ഭാഗം നുക്കമ്മിലു അൽ ജദ്വല. ഇവിടെയുള്ള കോളങ്ങൾ പൂർത്തിയാക്കാനുള്ളതാണ്. 1. ഹുവ, ഹുമ, ഹും, ഹിയ, ഹുമ, ഹുന്ന. 2-ാമത്തേത് കിതാബുഹു, കിതാബുഹുമ, കിതാബുഹും, കിതാബുഹ, കിതാബുഹുമ, കിതാബുഹുന്ന. ചോദ്യത്തിൻ്റെ 3-ാമത്തെ ഭാഗം നുറത്തിബു, നമുക്ക് ക്രമത്തിലാക്കാം എന്നതാണ്. ചോദ്യം 1. ഹയാത്ത് അൽ ഇൽമു അൽ ഇസ്ലാം. ഇതിനെ പൂർത്തിയാക്കേണ്ടത് അഥവാ ഓർഡറിൽ ചെയ്യേണ്ടത് അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. ചോദ്യം 2. കിതാബുൻ അൽ ഖുർആൻ അലീമുൻ. ഇവിടെ തർത്തീബിലാക്കേണ്ടത് അഥവാ ഓർഡറിലാക്കേണ്ടത് അൽ ഖുർആനു കിതാബുൻ അലീം. ചോദ്യം 3. റായിയുൻ അൽ ബൈത്തി ഫിനാഉ. ഇതിനെ പൂർത്തിയാക്കേണ്ടത് ഫിനാ ഉൽ ബൈത്തി റായിഉൻ. ചോദ്യം 4. അല്ലാഹുമ്മ ഗഫിർ ലഹു വഅഫു അൻഹു വറഹംഹു. അല്ലാഹുമ്മ ഗഫിർ ലഹു വഅഫു അൻഹു വറഹംഹു. അതിൻ്റെ പൂർണ്ണമായ ശരിയായ രൂപം അല്ലാഹുമ്മ ഗഫിർ ലഹു വറഹംഹു വഅഫു അൻഹു. ചോദ്യത്തിൻ്റെ 4-ാമത്തെ ഭാഗം നുതമ്മിമു, നമുക്ക് പൂരിപ്പിക്കാം എന്നതാണ്. ചോദ്യം 1.
നജ്ജിനി മിൻ കുല്ലി ഷർരിൻ വ അദാബിൻ വ ഷഖാവ. 2 വഫിഖന്നി കുല്ല വഖ്തിൻ ലിസ്സലാത്തി വൽ ഇബാദ. ചോദ്യം 3 വഗ്ഫിറൻ ലി കുല്ലി ദംബിൻ വൻസുറന്നി ഫിൽ ഖിയാമ. ചോദ്യത്തിൻ്റെ 5ാമത്തെ ഭാഗം നുതർജിമു, നമുക്ക് പരിഭാഷപ്പെടുത്താം അഥവാ അർത്ഥം എഴുതാനുള്ളതാണ്. ചോദ്യം 1 ഹനീസത്തുൻ വഷാക്കിറത്തുൻ ഉഖ്താനി ഹുമ ദാരിസത്താനി. അതിൻ്റെ അർത്ഥം അനീസയും ഷാക്കിറയും സഹോദരിമാരാണ്. അവർ 2 പേരും വിദ്യാർത്ഥിനികളാണ്. അനീസയും ഷാക്കിറയും സഹോദരിമാരാകുന്നു. അവർ 2 പേരും വിദ്യാർത്ഥിനികളാണ്. ചോദ്യത്തിൻ്റെ ചോദ്യത്തിലുള്ള രണ്ടാമത്തേത് ഫായിസുൻ ദാരിസുൻ ഹുവ മുജിദ്ദുൻ ബൈത്തുഹു ഫിൽ ഖറിയത്തി. അതിന് അർത്ഥം ഫായിസ് വിദ്യാർത്ഥിയാണ്, അവൻ പരിശ്രമിക്കുന്നവനാണ്, അവൻ്റെ വീട് ഗ്രാമത്തിലാണ്. അതിന് അറബിയാക്കാനുള്ളതാണ്. നുഅരിബു, അറബീകരിക്കാം. മലയാളത്തിൽ കൊടുത്തത് അറബിയിൽ എഴുതണം. 1 വാച്ച് പുതിയതാണ്, അത് നമുക്കതിൻ്റെ അറബിയാക്കേണ്ടത് അസ്സാഅത്തു ജദീദത്തുൻ. അസ്സാഅത്തു ജദീദത്ത്. ഇനി നമുക്ക് തജ്വീദിൻ്റെ ചോദ്യങ്ങളുടെ രൂപം നോക്കാം. തജ്വീദിൻ്റെ 1ാമത്തെ ഭാഗം, ചോദ്യപേപ്പറിലെ 1ാമത്തെ ഭാഗം യോജിച്ചവ ചേർക്കാം എന്നതാണ്. ഇവിടെ ബ്രാക്കറ്റിൽ ചില പദങ്ങൾ നൽകിയിട്ടുണ്ട്. യൽഅനുഹു ഹറാം, ഇന്നശഅ് ബർറബ്ബുക്കും ഇർകബ് മഅന. ചോദ്യം നോക്കാം. ചോദ്യം 1 ഇദ്ഗാമുൽ മുതമാസിലൈൻ ഇന്നശഅ്. ചോദ്യം 2 ഇദ്ഗാമുൽ മുതജാനിസൈൻ. ഇദ്ഗാമുൽ മുതജാനിസൈൻ ഇർകബ് മഅന. ചോദ്യം 3 ഇദ്ഗാമുൽ മുതഖാരിബൈൻ ബർറബ്ബുക്കും. ചോദ്യം 4 റബ്ബ ഖാരിഇൻ ലിൽ ഖുർആനി വൽ ഖുർആനു യൽഅനുഹു. ചോദ്യം 5 ബറാഅത്ത് സൂറത്തിൻ്റെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലൽ ഹറാം. ഇനി നമുക്ക് ചോദ്യത്തിൻ്റെ 2ാമത്തെ ഭാഗം നോക്കാം. ഓരോ ഉദാഹരണം വീതം എഴുതാം. ചോദ്യം 1 ഇഖ്ഫാ. ഇതിന് ഓരോ ഉദാഹരണം എഴുതിയാൽ മതി. ഉത്തരം നമുക്ക് നോക്കാം. വഹും ബിഹി മുസ്തംസിക്കൂൻ വമൻ യഅ്തസിം ബില്ലാഹി. ചോദ്യം 2 ഇൽഹാറിൻ്റെ ഉദാഹരണം. വകുന്തും അസ്വാജൻ സലാസ ثم إني دعوتهم جهارا. ചോദ്യം 3 ഇദ്ഗാം. അലം നഖ്ലുഖുക്കും മിൻ മാഇൻ മഹീൻ കുലു വതമത്തഉ ഖലീല ഇന്നകും മുജ്രിമൂൻ. ഇവിടെ ഇൽഹാറുള്ള സ്ഥലത്ത് ഇൽഹാറായിട്ടും ഇദ്ഗാമിൻ്റെ സ്ഥലത്ത് ഇദ്ഗാമായിട്ടും ഉച്ചരിക്കാൻ മറക്കരുത്. ചോദ്യത്തിൻ്റെ 3ാമത്തെ ഭാഗം പൂർത്തിയാക്കാം എന്നതാണ്. ചോദ്യം 1 ഖുർആൻ ഓതുന്നവരും
ഖുർആൻ ഓതുന്നവരും ഓതുന്ന സ്ഥലത്തും അനുഗ്രഹീതമാണ്. ഖുർആൻ ഓതുന്നവരും ഓതുന്ന സ്ഥലവും അനുഗ്രഹീതമാണ്. ചോദ്യം 2, ബറാഅത്ത് സൂറത്തിൻ്റെ ഇടയിൽ ബിസ്മി ചൊല്ലൽ കറാഹത്താണ്. ചോദ്യം 3, ഖുർആൻ പാരായണം ചെയ്യൽ മഹത്തായ ഇബാദത്താണ്. ചോദ്യം 4, ഷദ്ദുള്ള മീമും നൂനും ഉച്ചരിക്കുമ്പോൾ ഒരു അലിഫിൻ്റെ അളവ് മണിക്കൽ നിർബന്ധമാണ്. ചോദ്യത്തിൻ്റെ 4ാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ്. ചോദ്യം 1, ഇദ്ഗാം എന്ന് പറയുന്നു ഏതിന്? ഉത്തരം, സുക്കൂനുള്ള അക്ഷരത്തെ ശേഷം വന്ന ഹർക്കത്തുള്ള അക്ഷരത്തിലേക്ക് ചേർത്തി ഷദ്ദോടുകൂടി ഒരക്ഷരമായി ഉച്ചരിക്കുന്നതിന്. സുക്കൂനുള്ള അക്ഷരത്തെ ശേഷം വന്ന ഹർക്കത്ത് ഉള്ള അക്ഷരത്തിലേക്ക് ചേർത്ത് ഷദ്ദോടുകൂടി ഒരക്ഷരമായി ഉച്ചരിക്കുന്നതിന്. ചോദ്യം 2, മദ്ദിയായ അക്ഷരങ്ങളെ മുത്തമാസിലൈൻ ആയാലും ഇദ്ഗാം ചെയ്യുകയില്ല, എന്തുകൊണ്ട്? ഉത്തരം, അങ്ങനെ ചെയ്താൽ നീട്ടൽ ഇല്ലാതാവും. ചോദ്യം 3, ഇദ്ഗാമുൽ മുത്തഖാരിബൈൻ എന്ന ഹർഫുകൾ പറയുന്നതെപ്പോൾ? ഉത്തരം, മഖ്റജിൽ അടുപ്പമുള്ളതോ കൂടുതൽ സിഫത്തുകളിൽ യോജിപ്പുള്ളതോ ആയ ഹർഫുകളെ. മഖ്റജിൽ അടുപ്പമുള്ളതോ കൂടുതൽ സിഫത്തുകളിൽ യോജിപ്പുള്ളതോ ആയ ഹർഫുകളെ. ചോദ്യത്തിൻ്റെ 5ാമത്തെ ഭാഗം വ്യക്തമാക്കാം എന്നതാണ്. 1, ഇദ്ഗാം മുത്തമാസിലൈൻ. ഇദ്ഗാം മുത്തമാസിലൈൻ എന്നാൽ എന്ത്? വ്യക്തമാക്കാം. ഉത്തരം, ഒരേ പോലത്തെ 2 അക്ഷരങ്ങളെ ഇദ്ഗാം ചെയ്യുന്നതിന്. ഒരുപോലെയുള്ള 2 അക്ഷരങ്ങളെ ഇദ്ഗാം ചെയ്യുന്നതിന്. ചോദ്യം 2, ഇദ്ഗാം അൽ മുത്തജാനിസൈൻ. ഉത്തരം, ഒരേ മഖ്റജിൽ നിന്നും പുറപ്പെടുന്ന 2 അക്ഷരങ്ങളെ ഇദ്ഗാം ചെയ്യുന്നതിന് ഇദ്ഗാമുൽ മുത്തജാനിസൈൻ എന്ന് പറയുന്നു. ചോദ്യം 3, സുക്കൂനുള്ള മീമിൻ്റെ ഇഖ്ഫാ. ഉത്തരം, സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നാൽ. സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നാൽ. ചോദ്യത്തിൻ്റെ 6ാമത്തെ ഭാഗം പൂരിപ്പിക്കാം എന്നതാണ്. ചോദ്യം 1, ബറാഅത്ത് അല്ലാത്ത എല്ലാ സൂറത്തുകളിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒരു ആയത്താണ്. ഇനി നമുക്ക് ഫിഖ്ഹിൻ്റെ ചോദ്യപേപ്പറിൻ്റെ ഭാഗം നോക്കാം. ഫിഖ്ഹിൻ്റെ ചോദ്യപേപ്പറിലെ 1ാമത്തെ ഭാഗം യോജിച്ചവ ചേർക്കാം എന്നതാണ്. ഇവിടെ ബ്രാക്കറ്റിൽ ചില ഭാഗങ്ങൾ നൽകിയിട്ടുണ്ട്. ലഹരി ദ്രാവകങ്ങൾ, കുളിക്കണം, ഹൈള്, കറാഹത്താകുന്നു, ഹറാമാണ്, വുളൂ ചെയ്യണം, സുന്നത്താണ്. നമുക്ക് നോക്കാം താഴെയുള്ള ചോദ്യങ്ങൾ. ചോദ്യം 1, അൽ ഇസ്തിൻജാ. കാരണമില്ലാതെ വലത് കൈകൊണ്ട് ശുദ്ധിയാക്കൽ കറാഹത്താകുന്നു. ചോദ്യം 2, മറ കൂടാതെ ഖിബിലക്ക് മുന്നിട്ട് വിസർജനം ഹറാമാണ്. ചോദ്യം 3, സ്വയം സുർക്കയാവൽ കൊണ്ട് ശുദ്ധിയാകും ലഹരി ദ്രാവകങ്ങൾ.
ചോദ്യം 4, വലിയ അശുദ്ധി ഉണ്ടായാൽ കുളിക്കണം. ചോദ്യം 5, സുമാർ 9 വയസ്സ് മുതൽ ഉണ്ടാകാവുന്നതാണ് ഹൈള്. ചോദ്യം 6, വുളൂഇൻ്റെ നിയ്യത്ത് മൊഴിയൽ സുന്നത്താണ്. ചോദ്യം 7, ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ വുളൂ ചെയ്യണം. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം 2 വീതം എഴുതാം എന്നതാണ്. ചോദ്യം 1, പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ. ഉത്തരം: 15 വയസ്സ് പൂർത്തിയാവുക, മനിയ് പുറപ്പെടുക, ഹൈള് ഉണ്ടാവുക. ചോദ്യം 2, വുളൂഇൻ്റെ ഷർത്തുകൾ. ഉത്തരം: വെള്ളത്തെ പകർച്ചയാക്കുന്ന ഒരു വസ്തുവും അവയവങ്ങളിൽ ഇല്ലാതിരിക്കൽ, വെള്ളം തഹൂറായിരിക്കൽ, കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കൽ. ചോദ്യം 3, വിസർജനാവസരം കറാഹത്തായവ. ഉത്തരം: വിസർജനാവസരം സംസാരിക്കുക, മൂത്രത്തിൽ തുപ്പുക, തലമറക്കാതിരിക്കുക, ചെരുപ്പ് ധരിക്കാതിരിക്കുക, മറ കൂടാതെ വിസർജനം നടത്തുക. ഇവയെല്ലാം വിസർജനാവസരം കറാഹത്തായവയാണ്. ചോദ്യം 4, വിസർജന സ്ഥലത്ത് കടക്കാൻ ഉദ്ദേശിച്ചാൽ സുന്നത്തായവ. ഉത്തരം: തലമറക്കുക, ചെരുപ്പ് ധരിക്കുക, ഖുർആനോ മറ്റു ബഹുമാനിക്കപ്പെടുന്നവയോ ശരീരത്തിലുണ്ടെങ്കിൽ മാറ്റിവെക്കുക, ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് എന്ന് ചൊല്ലി ഇടത് കാല് മുന്തിച്ച് കിടക്കുക. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ്. ചോദ്യം 1, ചപ്പാത്തി കൊണ്ട് ഇസ്തിൻജാ പാടില്ല, കാരണം എന്ത്? ഉത്തരം: അത് ഭക്ഷ്യ വസ്തുവാണ്. ചോദ്യം 2, ഇസ്തിൻജാ വാജിബാണ്, ഏത് സന്ദർഭത്തിൽ? ഉത്തരം: മലമൂത്ര ദ്വാരങ്ങളിൽ കൂടി നനവുള്ള നജസായ ഏത് വസ്തു പുറത്തു വന്നാലും. ചോദ്യം 3, വെള്ളം 2 കുല്ലത്തിൽ കുറവായാൽ നജസായ വസ്തു കഴുകണം, എങ്ങനെ? ഉത്തരം: വെള്ളം അതിന്മേൽ ഒഴിച്ച് കഴുകണം. ചോദ്യം 4, ഇസ്തിൻജാഇന് ശേഷം ചൊല്ലൽ സുന്നത്താണ്, എന്ത്? ഉത്തരം: അല്ലാഹുമ്മ തഹിർ ഖൽബി മിനൻ നിഫാഖ് വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷ്. ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം 1, ഷർത്ത് എന്നാൽ എന്ത് വ്യക്തമാക്കാം. ഉത്തരം: നിസ്കാരത്തിൽ പെട്ടതല്ലാത്തതും എന്നാൽ അതുകൂടാതെ നിസ്കാരം സഹീഹ് ആകാത്തതുമായ കാര്യങ്ങൾ. ചോദ്യം 2, വുളൂഇൻ്റെ ഫർളായ നിയ്യത്ത്. ഉത്തരം: വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു, അല്ലെങ്കിൽ ചെറിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു. ചോദ്യം 3, നിഫാസ് എന്നാൽ വ്യക്തമാക്കാം. ഉത്തരം: പ്രസവിച്ച് 15 ദിവസത്തിനകം ഗർഭപാത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണ്. ചോദ്യം 4, കുളി എന്നാൽ എന്ത് വ്യക്തമാക്കാം. ഉത്തരം: നിയത്തോടുകൂടി ശരീരം മുഴുവനും വെള്ളം ഒലിപ്പിക്കൽ. ചോദ്യത്തിൻ്റെ 5-ാമത്തെ ഭാഗം പൂരിപ്പിക്കാം എന്നതാണ്.
ചോദ്യം 1. ഗുഫ്റാനക്കൽ ഹംദു ലില്ലാഹില്ലദീ അദ്ഹബ അന്നിയൽ അദാ വ ആഫാനി. അൽഹംദുലില്ലാ ഗുഫ്റാനക്കൽ ഹംദു ലില്ലാഹില്ലദീ അദ്ഹബ അന്നിയൽ അദാ വ ആഫാനി. പാഠഭാഗങ്ങളൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കി പരീക്ഷയ്ക്ക് തയ്യാറാവുക. അള്ളാഹു നമുക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.